ഹരി ഓം. ദശകം 13, ശ്ലോകം 3. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈർ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമപജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുങ്ധാമൃതവിദൗ. പദങ്ങളെ ഒന്ന് പിടിച്ചു നോക്കാം. അഹോ ആരണ്യഃ അയം, ആരണ്യോയം, ആരണ്യഃ പ്ലസ് അയം, ആരണ്യോയം മൃഗഃ ഇതി ഹസന്തം ബഹുതരൈർ, ബഹുതരൈഹി, ബഹുതരൈർ എന്നാക്കിക്കൊള്ളുക. അവിടെ ചൊല്ലാൻ എളുപ്പം അതാണ്. ബഹുതരൈഹി എന്നല്ലെങ്കിൽ നിർത്തേണ്ടി വരും. ബഹുതരൈർ. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം, ദുരുക്തൈഹി വിദ്യന്തം ദിതിസുതം അപജ്ഞായ ഭഗവൻ, ദിതിസുതമപജ്ഞായ ഭഗവൻ. ദിതി സുതം പ്ലസ് അവജ്ഞായ, ദിതിസുതമപജ്ഞായ ഭഗവൻ. മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ, മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധൗ ആധായ, പയോധൗ പ്ലസ് ആധായ, അതാണ് പയോധാവാധായ. പ്രസഭം ഉദയുങ്ധാഹ, പ്രസഭമുദയുങ്ധാഹ, പ്രസഭം പ്ലസ് ഉദയുങ്ധാഹ മൃധ വിധൗ. പയോധാവാധായ പ്രസഭമുദയുങ്ധാ മൃധവിധൗ. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരൈർ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമപജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുങ്ധാ മൃധവിധൗ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. അഹോ അയം ആരണ്യഃ മൃഗഃ ഇതി ഹസന്തം. അഹോ കഷ്ടം. അയം ആരണ്യഃ മൃഗഃ, ഇതൊരു കാട്ടുമൃഗമാണല്ലോ. ഇതി ഹസന്തം എന്നിങ്ങനെ പുച്ഛിച്ചു പറയുന്നവനും. ആരാ പുച്ഛിച്ചു പറയുന്നത്? ഹിരണ്യാക്ഷൻ. അപ്പം ഈ നാരദമുനി കാട്ടിക്കൊടുത്തു. ദാ മായാവിയായ വിഷ്ണു ദാ ഭൂമിയെ കൊണ്ട് പോവുകയാണ്, ചെന്നോ, പുറകെ ചെന്നോ, പിടിച്ചോ, ഇപ്പം പിടിച്ചാൽ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ ആ മായാവിയാണ്, മായാവി എവിടെങ്കിലും കൊണ്ട് പൊക്കളയും എന്ന് പറഞ്ഞ സമയത്ത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അയ്യേ കഷ്ടം, ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്നിങ്ങനെ പുച്ഛിച്ചു പറയുന്നവനും. എന്നിട്ട് ബഹുതരൈഹി ദുരുക്തൈഹി വിദ്യന്തം, ബഹുതരൈഹി പലതരത്തിലുള്ള, ദുരുക്തൈഹി ദുർവാക്കുകളാൽ തന്നെ, വിദ്യന്തം വേദനപ്പെടുത്തുന്നവനുമായേ. ആരെയാണ്? ആ മൃഗം ഭഗവാനെ കണ്ടിട്ട്, ആ മൃഗത്തിൻ്റെ രൂപത്തിനെ കണ്ടിട്ട് ഒരുപാട് പലതരം ദുർവാക്കുകളാൽ വേദനിപ്പിച്ചു, പറഞ്ഞ് വേദനിപ്പിച്ചു. ദിതിസുതം അപജ്ഞായ ഭഗവൻ, ആ അസുരനെ, ആ വേദനിപ്പിക്കുന്നതുമായ ആ അസുരനെ ദിതിസുതം അപജ്ഞായ ഭഗവൻ, ഭഗവാൻ എന്ത് ചെയ്തു? അവഗണിച്ചു. ഒന്നും കണക്കാക്കാതെ തന്നെ ഭഗവാനെ അവിടുന്ന് അങ്ങനെ ആ അസുരനെ കണക്കാക്കാതെ തന്നെ അവിടുന്ന് ഭഗവാനെ, അതാരാ പറയുന്നത്? ഭഗവാനെ എന്ന് വിളിക്കുന്നത് ആരാ? ഭഗവാനെ അവിടുന്ന്, അത് വിളിക്കുന്നത് ഭട്ടതിരിപ്പാട്. ഭഗവാനെ, ഭഗവൻ. മഹീം ദംഷ്ട്രാ ശിരസി ചകിതാം ദൃഷ്ട്വാ, മഹീം ഭൂമിയെ ദംഷ്ട്രാ ശിരസി ചകിതാം ദൃഷ്ട്വാ
ആ ഭൂമി എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പം ആ ദംഷ്ട്രയുടെ തലപ്പത്ത് കിടന്ന് പേടിച്ചു വിറയ്ക്കുക. പാവം ഭൂമിദേവി ഈ അസുരൻ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഗർജിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് ഭൂമി ഭഗവാന്റെ ആ തേറ്റയുടെ പുറത്ത് പേടിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിറയ്ക്കുന്നത് കണ്ടിട്ട് സ്വേനമഹസ പയോധൗ ആദായ, ആ സ്വേനമഹസ പയോധൗ ആദായ, ആ തൻ്റെ ഭഗവാൻ വിഷ്ണു അല്ലേ, തൻ്റെ തന്നെ പ്രഭാവത്താൽ ആ സമുദ്രജലത്തിനു മീതെ ഉറപ്പിച്ചു നിർത്തി ഭൂമിക്ക് നീ പേടിക്കണ്ട, ഞാനുണ്ട് എന്നുള്ള ഒരു ധൈര്യം കൊടുത്ത് ആ ഒരു മായാപ്രഭാവത്തിൽ, തൻ്റെ പ്രഭാവം കൊണ്ട് ഭൂമിയെ ആ ജലത്തിൻ്റെ മുകളിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് പ്രസഭം മൃതവിധൗ ഉദയുങ്ധാഹ, പ്രസഭം തക്ഷണം ഒരു കൂസലും കൂടാതെ യുദ്ധം ചെയ്യുന്നതിന് ഒരുങ്ങി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അഹോ ഹസന്തം എന്ന് വെച്ചാൽ ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ താടിക്കാരൻ ഈ നാരദമുനി എന്നോട് കാണിച്ചു തന്നു, ഈ കാട്ടുമൃഗത്തിനെയാണ് കാണിച്ചു തന്നിട്ട് ഈ ക്ഷുദ്രജീവിയാണോ എനിക്ക് കാട്ടിത്തന്നത്, കഷ്ടം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചിരിക്കുന്നതാണ് അഹോ ഹസന്തം എന്നുള്ളത് കൊണ്ട് ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കഷ്ടം ഇവനൊരു വന്യമൃഗമാകുന്നു എന്നിപ്രകാരം പരിഹസിച്ചുകൊണ്ട് അനവധി ആക്ഷേപ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ അസുരൻ വന്നു. ആ അസുരനെ ആകട്ടെ ഭഗവാന് അങ്ങ് അവഗണിച്ചിട്ട് തൻ്റെ തേറ്റയുടെ അറ്റത്തിരിക്കുന്ന ആ ഭയന്ന് വിറച്ചിരിക്കുന്ന ആ ഭൂമിദേവിയെ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ സാധാരണമായിട്ടുള്ള ആ യോഗബലത്തിൽ, അനന്യമായിട്ടുള്ള ആ യോഗബലത്താൽ സമുദ്രജലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉറപ്പിച്ചു വെച്ചിട്ട് അങ്ങ് എന്ത് ചെയ്തു? ഹിരണ്യാക്ഷനോട് യുദ്ധത്തിന് ഒരുമ്പെട്ടു. അഹോ ആരണ്യോയം മൃഗൈരിഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസവമുദയുങ്ധാ മൃതവിദൗ.